കോതമംഗലം നഗരസഭാ ചെയർപേഴ്സണായി ഭാനുമതി രാജു ചുമതലയേറ്റു. ഒരു സ്വതന്ത്രന്റേതടക്കം 24 വോട്ടുകളാണ് ഭാനുമതി രാജുവിന് ലഭിച്ചത്. ബിജെപിയുടെ ഏക അംഗം ഗീതാ ജയകുമാർ വോട്ടെടുപ്പിൽ നിന്നും വിട്ടുനിന്നു. കോതമംഗലം നഗരസഭയിലെ 19ാം വാർഡായ അങ്ങാടിയിൽ നിന്നാണ് കോൺഗ്രസ് സ്ഥാനാർത്ഥി ഭാനുമതി രാജു 351 വോട്ട് നേടി മുനിസിപ്പൽ കൌൺസിലറായി നഗരസഭയിലെത്തിയത്. ഇത്തവണ നഗരസഭ അധ്യക്ഷ സ്ഥാനം സ്ത്രീകൾക്കായി സംവരണം ചെയ്തിരുന്നു. 33-അംഗ കൌൺസിലിൽ ഭാനുമതി രാജുവിന് 23 വോട്ടും LDF-ലെ മരിയ രാജുവിന് 8 വോട്ടുമാണ് ലഭിച്ചത്. 33 അംഗങ്ങളാണ് ഇന്ന് ഹാജർ ബുക്കിൽ അറ്റൻഡൻസ് രേഖപ്പെടുത്തിയിട്ടുള്ളത്. ഒരാൾ വോട്ടെടുപ്പിൽ നിന്നും വിട്ടുനിന്നു. ഗീത ജയകുമാർ വോട്ടെടുപ്പ് സ്ലിപ്പ് വാങ്ങിയില്ല. ബാക്കി 32-ല് സിനി തോമസിൻ്റെ വോട്ട് അസാധുവായിട്ട് മാറി. ആർക്കും വോട്ട് ചെയ്തിട്ടില്ല. ബാക്കിയുള്ള 31 വോട്ടിൽ 23 വോട്ട് ഭാനുമതി രാജു, 8 വോട്ട് മരിയ രാജു കരസ്ഥമാക്കി. കോതമംഗലം മുനിസിപ്പൽ കൗൺസിലിലെ ചെയർപേഴ്സണായി തെരഞ്ഞെടുക്കപ്പെട്ട ഭാനുമതി രാജു എന്ന ഞാൻ നിയമാനുസരണം നടപ്പാക്കിയ ഇന്ത്യൻ ഭരണഘടനയോട് യഥാർത്ഥമായ വിശ്വാസവും കൂറും പുലർത്തുമെന്നും ഭയാശങ്കയോ മമതയോ വാത്സല്യമോ വിദ്വേഷമോ കൂടാതെ ഞാൻ എൻ്റെ ഔദ്യോഗിക കർത്തവ്യങ്ങൾ യഥാവിധിയായും വിശ്വസ്തയോടും എൻ്റെ പരമാവധി കഴിവും അറിവും വിവേചന ശക്തിയും ഉപയോഗിച്ചുകൊണ്ടും നിർവഹിക്കുമെന്ന് ഈശ്വരനാമത്തിൽ സത്യപ്രതിജ്ഞ ചെയ്തു. കോതമംഗലം നഗരസഭയുടെ ചെയർപേഴ്സണായി തെരഞ്ഞെടുത്തതിൽ എനിക്ക് വളരെ സന്തോഷമുണ്ട്. എൻ്റെ പാർട്ടി തീരുമാനമെടുത്ത് ഭാനുമതി രാജു ഇവിടെ ചെയർപേഴ്സണാവുമെന്ന് തീരുമാനിക്കുകയും തീരുമാനിച്ചതിൻ്റെ അടിസ്ഥാനത്തിൽ ഞാൻ ഈ നഗരസഭയിലെ ചെയർപേഴ്സണായി മാറുകയാണ് ചെയ്യുന്നത്. എന്നെ സംബന്ധിച്ചിടത്തോളം ഇത് 4ാം വട്ടമാണ് മുനിസിപ്പൽ കൗൺസിലറാകുന്നത്. ഇതിനു മുമ്പ് 10 വർഷത്തോളം ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പറായിരുന്നുണ്ട്. ഈ ഒരവസരം ഇന്നാണ് പാർട്ടി എനിക്ക് തന്നിരിക്കുന്നത്. പാർട്ടി അവസരം തന്നില്ല എങ്കിൽ പോലും ഞാൻ പാർട്ടിയിൽ എന്നും അന്നും ഇന്നും എന്നും നിൽക്കുന്ന, ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൽ നിൽക്കുന്ന ഒരു വ്യക്തിയാണ്. പാർട്ടിയുടെ പ്രവർത്തനങ്ങളെ ഉത്തേജിപ്പിക്കാനും പാർട്ടിയുടെ പ്രവർത്തനങ്ങൾ സാധാരണക്കാരിൽ എത്തിക്കുവാനും ഞാൻ എപ്പോഴും തയ്യാറായിരുന്നു. ഇപ്പോഴും ഒരു ഔദ്യോഗിക അല്ലെങ്കിൽ ഒരു സ്ഥാനം എനിക്ക് ലഭിച്ചാൽ പോലും പാർട്ടിയിൽ നിന്ന് വേറിട്ട് എനിക്കൊന്നും ചിന്തിക്കാൻ പറ്റില്ല. ഒരു സ്വതന്ത്രൻ UDF-ന് അനുകൂലമായി വോട്ട് ചെയ്തപ്പോൾ മറ്റൊരാൾ തന്റെ വോട്ട് അസാധുവാക്കി. ബിജെപിയുടെ ഏകാംഗം ഗീതാ ജയകുമാർ വോട്ടെടുപ്പിൽ നിന്നും വിട്ടുനിന്നു. കോൺഗ്രസ് ബ്ലോക്ക് വൈസ് പ്രസിഡന്റായ ഭാനുമതി രാജു ഇത് 4ാം തവണയാണ് കോതമംഗലം നഗരസഭാ കൌൺസിലറാകുന്നത്. ന്യൂസ് ഡെസ്ക് KCB ന്യൂസ്.